ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാളിനൊരുക്കമായുള്ള ധ്യാനചിന്തകളുടെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ ധ്യാനചിന്തയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ 2-ാം ദിനത്തിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. യൗസേപ്പിതാവിനെക്കുറിച്ച് കൂടുതലായി ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് ഈശോയോട് തന്നെ നമുക്ക് യാചിക്കാം. കാരണം യൗസേപ്പിതാവിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കുമാണ്. ഇന്നേ ദിവസം നമ്മൾ കുടുംബങ്ങളുടെ സഹവാസത്തെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കാൻ പരിശ്രമിക്കുകയാണ്. നമ്മൾ തിരുവചനത്തിൽ യൗസേപ്പിതാവിനെക്കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്. യൗസേപ്പിതാവ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു എങ്കിലും അവർ പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും തമ്മിൽ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായിട്ട് കാണപ്പെട്ടുവെന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ഈ ഒരു പ്രതിസന്ധിയാണ് യൗസേപ്പ് ആദ്യമായി അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി. സഹവാസമില്ലായ്മ മൂലം യൗസേപ്പ് വലിയൊരു സങ്കടത്തിലേക്ക് കടന്നു വന്നുവെന്ന് സുവിശേഷം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഈ 2-ാം ദിനത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഈ കാലഘട്ടത്തിൽ സഹവാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. യൗസേപ്പിതാവ് ഈ കാലഘട്ടത്തിലുള്ള കുടുംബങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രമേയമാണിത്. നമ്മൾ സഹവാസമുള്ള കുടുംബങ്ങളെ സ്നേഹിക്കണം എന്നുള്ളത്. ഇന്ന് അനേക കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മക്കളും ഒക്കെ തമ്മിലുള്ള സഹവാസം കുറഞ്ഞു വരികയാണ്. പഠനത്തിൻ്റെ ആവശ്യങ്ങൾ മൂലമാകാം, ജോലിയുടെ ആവശ്യങ്ങൾ മൂലമൊക്കെ ആകാം. നമ്മളിൽ നിന്ന് അനേക കുടുംബങ്ങളിൽ സഹവാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള സഹവാസം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിൽ. ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടാവും, പക്ഷേ 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ 2 കമ്പനികളിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ 2 സമയങ്ങളിൽ ജോലി ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി വരുന്നത് കൊണ്ട് കുടുംബങ്ങളിൽ സഹവാസം കുറഞ്ഞു പോവുകയാണ്. പേരൻസിന് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാതെ വരുന്നു. അവരോടൊത്ത് സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു വരുന്നു. അങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധി ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ യൗസേപ്പിതാവിന് ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ട്. യൗസേപ്പ് ഈ ഒരു വലിയ പ്രതിസന്ധി കടന്നു പോയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ മനസ്സിലാക്കാനും അവയ്ക്ക് ശരിയായ നിർദ്ദേശം തരുവാനും ഒക്കെ യൗസേപ്പിതാവിന് സാധിക്കും. യൗസേപ്പിതാവ് പരിശുദ്ധ അമ്മയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നവരായിരുന്നുവെന്നും അവർ സഹവസിച്ചിട്ടില്ലായിരുന്നു എന്നും കൃത്യമായിട്ട് വചനം പങ്കുവെച്ച് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യഹൂദരുടെ വിവാഹത്തിന് 2 ഘട്ടങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഈ 2 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം ദേവാലയത്തിൽ വെച്ച് ഈ മണവാളനും മണവാട്ടിയും ഉടമ്പടി പ്രകാരം ഒന്നാകുന്ന ചടങ്ങാണ്. ഈ ചടങ്ങ് കഴിഞ്ഞവരായിരുന്നു യൗസേപ്പും മറിയവും. പ്രിയപ്പെട്ടവരെ, യഹൂദരുടെ നിയമം അനുസരിച്ച് ദേവാലയത്തിൽ വെച്ച് ഈ ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ അവർ മോതിരങ്ങൾ കൈമാറി ഭാര്യ ഭർത്താക്കന്മാരായി തീരുകയാണ്. അന്നു മുതൽ ആ വ്യക്തി അവർ പരസ്പരം ദമ്പതിമാരായിട്ടാണ് കണക്കാക്കപ്പെടുക. അവർ സഹവസിക്കാനായിട്ടുള്ള അവർ തമ്മിലുള്ള സഹവാസം ആരംഭിച്ചിട്ടില്ല എങ്കിൽ പോലും അവരിൽ ആരെങ്കിലും പെട്ടെന്ന് മരണപ്പെട്ടാൽ, അതിലൊരാൾ മരണപ്പെട്ടാൽ, ഉദാഹരണത്തിന് ഭർത്താവ് മരണപ്പെട്ടാൽ, ആ പെൺകുട്ടി അവർ സഹവസിച്ചിട്ടില്ലെങ്കിലും വിധവയായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്നത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു മതപശ്ചാത്തലമുള്ള സംസ്കാരത്തിലാണ് യൗസേപ്പിതാവും പരിശുദ്ധ അമ്മയും ജീവിച്ചത്. 1 വർഷത്തിനുള്ളിൽ അവരെന്തെങ്കിലുമൊക്കെ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ചുള്ള സഹവാസം ആരംഭിച്ചാൽ മതി. അങ്ങനെ യൗസേപ്പിതാവ് ഈ ഒരു കാലഘട്ടം നീട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് നമുക്ക് വചനത്തിൽ ആഴത്തിലൊന്ന് ധ്യാനിച്ചാൽ, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ സുവിശേഷത്തിൽ ധ്യാനിക്കുന്നുണ്ട്, ഈ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത സംഭവിക്കുകയാണ്. ഈ മംഗളവാർത്ത കഴിഞ്ഞ് മാതാവ് നേരെ പോകുന്നത് എലിസബത്തിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പരിശുദ്ധ അമ്മ 3 മാസം ചെലവഴിച്ചുവെന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുക. ഈ പരിശുദ്ധ അമ്മ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എലിസബത്തിൻ്റെ വീട്ടിലെത്താൻ മാസങ്ങളോടെ യാത്രയുണ്ട്. ഏറ്റവും കുറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 1 മാസത്തോളം അടുത്ത് യാത്ര പോയെങ്കിൽ മാത്രമേ അവിടെ എത്താൻ സാധിക്കൂ എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം. അപ്പോൾ എങ്ങനെ പോയാലും വിവാഹം കഴിഞ്ഞിട്ടൊരു 4 മാസത്തിലേറെയായി. 3 മാസം എലിസബത്തിൻ്റെ കൂടെ, ഈ യാത്രയ്ക്ക് 1 മാസം. അങ്ങനെ എന്ത് പരിമിതമായ സമയം നമ്മൾ കണക്കിലെടുത്താലും ഒരു 4 മാസം ഇവർ മാറി നിന്നിട്ടുണ്ട്.
ഇവർ സഹവാസം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ സഹവാസമില്ലായ്മയുടെ കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ മംഗളവാർത്ത സംഭവിക്കുക. പിന്നീട് ഈ മംഗളവാർത്തയുടെ ഫലമായി മറിയത്തിനുണ്ടാകുന്ന വ്യത്യാസം, അവളുടെ ശരീരത്തിൽ അവൾ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ അവളുടെ ശരീരത്തിൽ കാണപ്പെട്ടു തുടങ്ങി. അത് നാട്ടിലെ ആളുകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. അത് സംസാരമായി മാറി. അങ്ങനെ യൗസേപ്പിൻ്റെ കാതുകളിലും എത്തുകയാണ് ഈ മറിയത്തിൻ്റെ ഈ മാറ്റത്തെക്കുറിച്ച്. അവളുടെ ശരീരഘടനയിൽ അവളൊരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള ആ വാർത്ത ജോസഫിൻ്റെ കാതുകളിൽ എത്തുകയാണ്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന വാർത്ത ജോസഫിൻ്റെ കാതുകളിൽ എത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ജോസഫിനെ വലിയ ഭാരത്തിലേക്ക് നയിക്കുന്നു. വലിയ ഭാരം, അവന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ജോസഫിനെ എത്തിക്കുകയാണ്. അവിടെ ജോസഫ് ആ ഭാരം വർദ്ധിച്ച് അവസാനം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജോസഫ് ഒരു തീരുമാനമെടുക്കുന്നു. മറിയത്തെ ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടു പോയേക്കാം. അങ്ങനെ നാട് വിട്ടു പോകാൻ വേണ്ടി ഭാരപ്പെടുന്ന യൗസേപ്പിനെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തരുന്നുണ്ട്. നമുക്ക് യൗസേപ്പ് പിതാവ് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതിതാണ്, കുടുംബജീവിതം ആരംഭിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കഴിയുന്ന അപ്പനും അമ്മയും മക്കളും അവർ ഒരുമിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ, ഒരുമിച്ചുള്ള സഹവാസം സംഭവിക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ വലിയ പ്രതിസന്ധികൾ വരും, വലിയ സങ്കടങ്ങൾ വരും, വലിയ തെറ്റിദ്ധാരണകൾ വരും, വലിയ അനുഗ്രഹങ്ങളെ വളരെ നെഗറ്റീവായിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങും. പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കാൻ തക്കത വിധത്തിലുള്ള പ്രകാശമില്ലാതെ കുടുംബങ്ങൾ തീരുമെന്ന് യൗസേപ്പ് പിതാവ് നമുക്കൊരു ഈ ചരിത്രത്തിലൂടെ നമുക്കൊരു പാഠം തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സാങ്കേതിക വിദ്യകളും മാധ്യമങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഏത് ഭൂഖണ്ഡത്തിലിരിക്കുന്ന വ്യക്തിയെയും ഏത് സമയത്തും അടുത്ത് കാണാനും അടുത്ത് സംസാരിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ള സാധ്യതകൾ ദൈവം വർദ്ധിപ്പിച്ചു തരുന്ന ഒരു തലമുറയിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുക. അസാന്നിധ്യത്തെ കുറയ്ക്കുവാൻ ദൈവം കാലഘട്ടത്തിൽ വിവിധങ്ങളായ മാർഗങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നൊരു കാലഘട്ടമാണ്. അവിടെ പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ തിരക്കുകൾക്കിടയിൽ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകലം കുറയ്ക്കണം. എത്ര ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ സഹവർത്തിത്വം അടുത്തു വരുന്നുവോ അത്രയേറെ അവരുടെ ഇടയിൽ സ്നേഹവും വിശ്വാസവും സമർപ്പണവും വർദ്ധിച്ചു വരും. ഇന്ന് അനേക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെ സഹവാസം കിട്ടുന്നില്ല. ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നല്ല സ്കൂളുകളിൽ വിട്ടവരെ പഠിപ്പിക്കുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പൻ്റെ അമ്മയുടെ സഹവാസം കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ പോകുന്ന അനേകം കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സഹവാസമില്ലാത്തത് മൂലം ഊഷ്മളമായ നന്മ കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ പറ്റാതെ ഇങ്ങനെ ജീവിതം തീർക്കുന്ന അനേകം ദമ്പതിമാർ നമ്മുടെ ഇടയിൽ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ യൗസേപ്പ് പിതാവിനെയും പരിശുദ്ധ അമ്മയെയും ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വളരെ ലളിതമായ കാര്യമാണല്ലോ, ഈ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല യുവാവാണ് ജോസഫ്. നമുക്കൊരു സംശയമില്ല, ജോസഫ് നീതിമാനായിരുന്നുവെന്ന് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ, കറയില്ലാത്തൊരു ചെറുപ്പക്കാരൻ, നീതിമാനായൊരു ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ടവരെ, ഒപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്കറിയാം, ഈ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധയായ കന്യക, ഏറ്റവും നല്ല പെൺകുട്ടി. പ്രിയപ്പെട്ടവർ, അവരെ രണ്ടുപേരെയും യോജിപ്പിച്ചതാരാ? ഒരു സംശയമില്ല, അത് ദൈവമായ കർത്താവാണ്. ദൈവമായ കർത്താവ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരനെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 4 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും പിരിയുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അത് ഏറ്റവും നല്ല ചെറുപ്പം, ഒരു കുറവുമില്ല, രണ്ടുപേരും പരിശുദ്ധരാ. പക്ഷേ രണ്ടുപേരും വിവാഹമോചനത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ, അവർ സഹവസിച്ചിട്ടില്ല എന്നതാണ്. അവർ തമ്മിലുള്ള സഹവാസം ഉണ്ടായില്ല. ആ സഹവാസമില്ലായ്മ ഭാരത്തിലേക്കും സംശയത്തിലേക്കും പിന്നീട് വലിയ വേർപിരിയലിൻ്റെ അവസ്ഥയിലേക്കുമൊക്കെ അവരെ എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഗൗരവമായിട്ട് തന്നെ എടുക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വസിക്കട്ടെ, ഒരുമിച്ച് ജോലി ചെയ്യട്ടെ, ഒരുമിച്ച് സമ്പാദിക്കട്ടെ, ഒരുമിച്ച് കുഞ്ഞുങ്ങളെ വളർത്തട്ടെ. അതിന് വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് യൗസേപ്പ് പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും രണ്ടിടങ്ങളിൽ ജീവിക്കുവാനുള്ള കാരണം പണ്ഡിതർ പറയുന്നത് ഇങ്ങനെയാണ്. യൗസേപ്പ് പിതാവ് നല്ലൊരു തച്ചനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ നാളുകളിൽ ആ ദേശത്തുണ്ടായിരുന്ന നാട്ടുരാജാവ് ഒരു കൊട്ടാരം പണിയുവാനായിട്ട് തീരുമാനമെടുത്തു. ആ കൊട്ടാരം പണി വേഗം പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ധാരാളം ചെറുപ്പക്കാരെ ഈ കൊട്ടാരം പണിക്ക് വേണ്ടി
ക്ഷണിക്കുകയാണ് ഈ ആശാരിപ്പണിക്ക് വേണ്ടി. അപ്പോൾ ജോസഫും പോയി ഈ കൊട്ടാരം പണിയിൽ പങ്കാളിയാവുകയാണ്. വളരെ ഉയർന്ന ശമ്പളം കിട്ടും, ധാരാളം തൊഴിലവസരമുണ്ട്. അതുമാത്രമല്ല, ഈ കൊട്ടാരം പണി വേഗം തീർക്കണം എന്നതുകൊണ്ട് രാജാവ് പറഞ്ഞു രാവും പകലും ഒക്കെ ജോലി ചെയ്യാം, നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഒക്കെ ഉണ്ട്, അപ്പോൾ ഇരട്ടി കൂലി സമ്പാദിക്കുക. അങ്ങനെ ജോസഫ് ഈ കൊട്ടാരം പണിക്ക് വേണ്ടിയിട്ട് ചേരുകയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ്, പണ്ട് തമാശയായിട്ട് പറയുമല്ലോ, അലക്കൊഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ നേരമില്ല എന്ന് നമ്മൾ പറയല്ലേ, എന്ന് പറയണ പോലെ ജോസഫ് ഈ കൊട്ടാരം പണിയിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് ഈ വിവാഹത്തിൻ്റെ സഹവാസം, മറിയം ഒന്നിച്ചുള്ള ഈ സഹവാസം വൈകിപ്പോയി, നീണ്ടുപോയി. അങ്ങനെ ജോലിയുടെ തിരക്ക് മൂലം, കൊട്ടാരം പണിയുടെ തിരക്ക് മൂലം ജോസഫിന്, പ്രിയപ്പെട്ടവരെ, മറിയത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും സഹവസിക്കാനും സാധിക്കാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്ത കൂടിയാണ് കേട്ടോ. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന വലിയൊരു സങ്കടം ഇതാണ്. ജോലിയുടെ തിരക്ക് മൂലം ഒരുമിച്ച് സാധിക്കുന്നില്ല. ഒരാൾ വിദേശത്താവുന്നു, ഒരാൾ ചിലപ്പോൾ നാട്ടിലാകും, അല്ലെങ്കിൽ ഒരാൾ ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അതിന് മുമ്പേ തന്നെ അടുത്തയാൾ നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടി മാറിപ്പോകുന്നു. ജോലിയേക്കാൾ പ്രധാനം, പണത്തിനേക്കാൾ പ്രധാനം ഒരുമിച്ചുള്ള സഹവാസമാണ് എന്ന് തന്നെ യൗസേപ്പ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് യൗസേപ്പിൻ്റെ കുടുംബത്തെ പിടിച്ചു കുലുക്കുകയാണ്, വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ്. മറിയത്തിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ ജോസഫിന് പറ്റാതെ പോവുക. ഈ സഹവാസം ഇല്ലായ്മ മൂലം മറിയത്തെ മനസ്സിലാക്കാൻ ജോസഫിന് പറ്റാതെ പോവുകയാണ്. ഏറ്റവും പരിശുദ്ധയായ മറിയത്തെ ഒരു മോശപ്പെട്ട പെണ്ണായിട്ട് പോലും കാണാനുള്ള, ചിന്തിക്കാനുള്ളൊരു സാധ്യത ജോസഫിന് രൂപപ്പെടുന്നുണ്ട്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റാതെ ജോസഫ് ആകുലപ്പെടുന്ന, ഭാരപ്പെടുന്ന ഒരു സമയം ജോസഫിൻ്റെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുമിച്ചുള്ള ജീവിതമില്ലാത്തത് കൊണ്ട് സംശയങ്ങൾ വരികയാണ്. ഭർത്താവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചുള്ള സംശയങ്ങൾ കുടുംബങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളും തർക്കങ്ങളും അസ്വസ്ഥതകളും ഒക്കെ കുടുംബത്തിലുണ്ടാകും. ഇങ്ങനെയില്ലാത്ത കുടുംബങ്ങളില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ അതൊന്ന് പറഞ്ഞു തീർക്കാനോ അത് നേരിട്ട് ഒന്ന് പരിഹരിക്കാനോ പറ്റാത്ത വിധത്തിൽ സമയമില്ലാതെ പോകുന്ന കുടുംബങ്ങൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരു കുടുംബം വിളിച്ചിട്ട്, അപ്പനും അമ്മയാണ്, അവർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ മക്കൾ വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് സംസാരിക്കാനായിട്ട് കൊണ്ടുവന്നോട്ടെ. അവരങ്ങ് വരുന്നത് കുമളി ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ പേരൻസ്, രണ്ടുപേരുടെയും, പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും പേരൻസ് ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ മുൻകൈ എടുത്ത് അവരുടെ മക്കളെ കൊണ്ടുവരിക, ഒരു വണ്ടിയിൽ അവർ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവർ ഭയങ്കര വഴക്കാണ്, ദിവസങ്ങളോളം വഴക്കാണ്, ഉപദ്രവമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇവർ വിളിക്കുക. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇവർ രണ്ടുപേരുടെയും പേരൻസ് ഈ മക്കളെ കൂട്ടി ധ്യാന കേന്ദ്രത്തിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര ചെയ്ത് അവർ പോരുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്, അച്ഛൻ ഞങ്ങൾ ഇവിടുന്ന് പോന്നു കേട്ടോ, അച്ഛൻ അവിടെ ഉണ്ടാവണം, ഞങ്ങൾ പോരുവാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ യാത്ര പുറപ്പെട്ട് കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞ് അവർ വിളിച്ചു, അച്ഛാ വണ്ടിക്കകത്ത് കിടന്ന് ഭയങ്കര വഴക്കാണ്, ഭയങ്കര തല്ലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനത് പറഞ്ഞ് സാരമില്ല, എങ്ങനെയൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും യാത്ര ഇങ്ങനെ പോകുന്നു. ഒരു 5-8 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം തല്ലൊക്കെ നിന്നച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് എണ്ണിപ്പറഞ്ഞ് കരയാനും പറയാനും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, പറയട്ടെ, കുറേ അവർ ശാന്തമാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. വീണ്ടും ഇങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ കിലോമീറ്ററുകൾ ഇങ്ങനെ മുന്നോട്ട് പോരുകയാണ്, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിലൊക്കെ നിർത്തി മൗനത്തിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും മുന്നോട്ട് എത്തി കേട്ടോ. ഏകദേശം ഒരു ധ്യാന കേന്ദ്രത്തിന് ഒരു 10-20 കിലോമീറ്റർ മുന്നേ വരെ എത്തി. അപ്പോൾ 14 മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പേരൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, പിള്ളേർ പറയണു ഇപ്പോൾ അവർക്ക് വിഷയങ്ങളൊന്നുമില്ല, അവർ തമ്മിൽ സംസാരിച്ചു, അവർ സെറ്റിലായി, ഇനിയിപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇനിയും ഞങ്ങൾക്ക് 10-20 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യാനുണ്ട്, അപ്പോൾ അവർ തിരിച്ചു പോയിക്കോളാം, അവർ ഒന്നിച്ച് പോയിക്കോളാം, അവർക്ക് പരസ്പരം മനസ്സിലായി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലായി, അപ്പോൾ അച്ഛന് വിഷമം ഉണ്ടാവുമോ ഞങ്ങൾ വന്നില്ലെങ്കിലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം ഇപ്പോഴും എനിക്ക് ഭയങ്കര രസകരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ കാരണം എന്താ, അവരൊരു 1.5 മണിക്കൂർ യാത്ര ചെയ്തു ഒരുമിച്ച്. യാത്ര ചെയ്ത സമയത്ത് ആദ്യമൊക്കെ അവർ
അവരവരുടെ വിഷമങ്ങൾ പൊട്ടിത്തെറിച്ചു, കലഹമായി, ദേഹോപദ്രവമായി, പിന്നീട് അതൊന്ന് ശമിച്ചൊരു സങ്കടമായി, കരച്ചിലായി, എണ്ണിപ്പറച്ചിലായി, അത് കഴിഞ്ഞ് മൗനമായി, അത് കഴിഞ്ഞ് ആ മൗനത്തിന് ശേഷം അവരവരുടെ ഭാരങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ അവർക്ക് രണ്ടുപേർക്ക് അത് മനസ്സിലാകുകയാണ്. അവർ പറഞ്ഞു, ഇനി വേറൊരാൾ, മൂന്നാമതൊരു കക്ഷിയുടെ ആവശ്യമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ അത് പറഞ്ഞു തീർക്കാം, നമുക്കിനി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ ആ യാത്ര അവിടെ നിർത്തി തിരിച്ചവരുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളിൽ, ദാമ്പത്യത്തിലൊക്കെ ഇപ്രകാരം ഒരുമിച്ചുള്ള യാത്ര, ഒരുമിച്ചുള്ള സംസാരം, ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഇത് കുടുംബങ്ങളിലുണ്ടാകുമ്പോൾ, ആ സഹവാസം ഉണ്ടാകുമ്പോൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കുടുംബത്തിൽ പണമാണ്, കുടുംബത്തിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തികയുമെന്നാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായത്തിൽ പൊത്തിഫറിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പൊത്തിഫർ വലിയ ധനികനായിരുന്നു, രാജ്യത്തെ ഏറ്റവും ധനികനായൊരു മനുഷ്യൻ. അയാൾക്ക് അയാളുടെ ഭാര്യ ജീവനായിരുന്നു കേട്ടോ. വളരെ വിശ്വസ്തതയിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അയാളുടെ സുന്ദരിയായ ഭാര്യയെ വീട്ടിലാക്കിയിട്ട് പോവും, ജോലി കാര്യങ്ങൾക്ക്, ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ പോവും. വീട്ടിലെല്ലാത്തിനും ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല സൗകര്യങ്ങൾ, പരിചരിക്കാൻ ആളുകൾ, എല്ലാം വിശ്വസ്തതയോടെ നോക്കി നടത്താൻ ജോസഫ് എന്ന് പറയുന്ന വിശ്വസ്തനായ കാര്യസ്ഥനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് വീട്ടിലെല്ലാം അയാൾ കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. പക്ഷേ ഒരു കാര്യം മാത്രം പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ആ കുടുംബത്തിൽ ഇല്ലാതെ പോയി. അത് പൊത്തിഫറുമായുള്ള സഹവാസമാണ്. ഭർത്താവിൻ്റെ സഹവാസം ഇല്ലാതെ ഈ ഭാര്യ ജീവിച്ചു കഴിയുന്ന കാലം, പ്രിയപ്പെട്ടവരെ, എല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ സഹവാസം മാത്രമില്ല. അങ്ങനെ സഹവാസം നഷ്ടപ്പെട്ടു പോകുന്ന പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഒരു വലിയ അപജയം ഉണ്ടാകുന്നതായി ബൈബിൾ കാണും. അതിതാണ്, അവളുടെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനായ സുന്ദരനും സുമുഖനുമായ ജോസഫിനോട് പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഒരു അഭിലാഷം തോന്നുകയാണ്. യജമാനത്തിക്ക് വേലക്കാരനോട് അഭിലാഷം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഒരു അത്രയും അധപതനത്തിലേക്ക് ഈ സ്ത്രീയെ എത്തിക്കുന്നത് ഈ സഹവാസമില്ലായ്മയാണ് എന്ന് ബൈബിൾ കൃത്യമായിട്ട് നമ്മളെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന ഒരു വചനചിന്തയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന തിരുക്കുടുംബം യോസേപ്പിതാവ് തരുന്ന ഒരു ചിന്തയാണ്, സഹവാസം വളരെ പ്രധാനപ്പെട്ടതാണ്. സഹവാസം നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ സംശയങ്ങളുണ്ടാവും. പ്രിയപ്പെട്ടവർ, നന്മയെപ്പോലും ചിലപ്പോൾ തിന്മയായിട്ട് കണ്ടു തുടങ്ങും. ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ കാരണമാണല്ലോ മംഗളവാർത്ത. ഇത്രയും വലിയൊരു അനുഗ്രഹം ഈ ലോകത്തിലേക്ക് വരാനില്ല. ഏറ്റവും വലിയ അനുഗ്രഹമായി ഈശോയുടെ കടന്നുവരവ് ആ കുടുംബത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ അനുഗ്രഹത്തെ ജോസഫ് കാണുന്നത് ഏറ്റവും മോശമായൊരു കാര്യമായിട്ടാണ്. ജോസഫ് തെറ്റിദ്ധരിക്കുകയാണ്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നന്മയെ നന്മയായിട്ട് കാണാൻ പറ്റാതെ പോകുന്നത്, നന്മയെപ്പോലും തിന്മയായിട്ട് കുടുംബങ്ങളിലൊക്കെ പെട്ടെന്ന് ചിന്തിച്ചു തുടങ്ങുന്നതിൻ്റെ കാരണം ആ സാഹചര്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ജോസഫ് പിന്നീട് സഹവസിച്ച് കഴിയുമ്പോൾ വരുന്ന മാറ്റത്തെ കൂടി നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ജോസഫ് മറിയവുമായിട്ട് സഹവസിച്ച് കഴിയുമ്പോൾ പിന്നീട് ജോസഫ് കരങ്ങൾ കൂപ്പി അല്ലാതെ മറിയത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നില്ല. ഓരോ യാത്ര കഴിയുമ്പോഴും ജോസഫ് കൂടുതൽ മറിയത്തിലേക്ക് അടുക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അത്രയും ജോസഫ് മറിയത്തെ സ്നേഹിക്കുന്നതായും ആദരിക്കുന്നതായും സംരക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണും. തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഈ അമ്മയ്ക്ക് വേണ്ടി, കുഞ്ഞിനു വേണ്ടി ജോസഫ് വലിയ ധീരോചിതമായ ചുവടുകൾ വയ്ക്കുന്നത് സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കും. ഒരു രാജാവും സൈന്യവും ഈ കുടുംബത്തിനെതിരെ വരുമ്പോൾ പോലും വീരോചിതമായിട്ട് ജോസഫ് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ വേണ്ടി ജോസഫ് അവർക്ക് മുമ്പിൽ ധീരോചിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിലേക്ക് ജോസഫിനെ നയിക്കുന്നത് സഹവാസമാണ്. സഹവാസം കൊണ്ട് ജോസഫിന് മനസ്സിലായി മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്, ഈ കുഞ്ഞ് ദൈവപുത്രനാണെന്ന് ജോസഫ് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ജോസഫ് പിന്നീട് ആ വലിയ സമർപ്പണത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ സഹവാസത്തിലേക്ക് എത്തണം. ഭാര്യ ഭർത്താക്കന്മാർ സഹവസിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഒരു സമയം കണ്ടെത്തണം. ഈ അടുത്ത നാളുകളിൽ രസകരമായൊരു സംഭവം ഓർക്കുകയാണ്. ഞങ്ങളുടെ ഒരു സെമിനാരിയിൽ ഈ കോവിഡ് കാലത്ത് സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ. സെമിനാരികളൊക്കെ കുട്ടികൾ സെമിനാരിയിൽ തന്നെ അകത്തിരുന്ന് പഠിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ നാളുകളിൽ ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു സെമിനാരിക്കാരൻ്റെ മുറിക്കകത്ത് നിന്ന് സ്ത്രീകൾ വർത്തമാനം പറയുന്ന ശബ്ദം കേട്ടു. ഈ റക്ടറച്ചന് കൗതുകമായി. റക്ടറച്ചൻ പതുക്കെ വന്ന് ഈ കഥകിൽ മുട്ടി. സെമിനാരിക്കാരൻ കഥക് തുറന്നപ്പോൾ മുറിക്കകത്ത് ആരുമില്ല. റക്ടറച്ചൻ ചോദിച്ചു, പെണ്ണുങ്ങളുടെ വർത്തമാനം കേട്ടല്ലോ ചെമ്മാശ, ഇതാരാ ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചെമ്മാശൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ചെമ്മാശൻ
അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ ഷമ്മാശൻ്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് 7 മണിയായി. ഇപ്പോൾ കോവിഡ് കാലമാണ്. അപ്പനും അമ്മയും ഈ ഷമ്മാശൻ്റെ പെങ്ങന്മാരും വീട്ടിലുണ്ട്. അപ്പോൾ അവർ 7 മണിക്ക് എന്ത് ചെയ്യുമെന്നറിയാവോ? അവർ 7 മണിക്ക് പതിവ് പോലെ പ്രാർത്ഥന തുടങ്ങും. അപ്പോൾ മക്കൾ അവർ 3 പെങ്ങന്മാരും ഈ ഷമ്മാശിനുമാണുള്ളത്. അതിലൊരാൾ വിദേശത്താണ്, 2 പേര് വീട്ടിലുണ്ട്. ഈ ഷമ്മാശ് സെമിനാരിയിലാണ്. ഈ അപ്പനും അമ്മയും എന്ത് ചെയ്തു? അവർ 7 മണിക്കുള്ള പ്രാർത്ഥനയുടെ സമയത്ത് മക്കളെല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് മൊബൈൽ ഓൺ ചെയ്തു. എന്നിട്ട് അവരോട് പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ജപമാല ചൊല്ലാം. അങ്ങനെ മക്കൾ 2 ഇടങ്ങളിലുള്ള മക്കളും വീട്ടിലുള്ള മക്കളും ഈ അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് വീഡിയോ കോളിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ശബ്ദമാണ് ഈ റെക്ടറച്ചൻ കേട്ടത്. റെക്ടറച്ചന് വളരെ സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നമുക്ക് മുമ്പിൽ തുറന്നിരിക്കുന്ന മാധ്യമങ്ങളുടെയൊക്കെ സാധ്യത വെച്ച് എത്രയോ അകലങ്ങളെപ്പോലും, ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളെപ്പോലും നമുക്ക് വളരെ മധുരമായിട്ട് തരണം ചെയ്യാൻ പറ്റുന്ന ദൈവകൃപ മാധ്യമങ്ങളിലൂടെ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാൻ യൗസപിതാവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ 50-ാം വാക്യം മനോഹരമായൊരു വാക്യമാണ്. അതുകൂടി ധ്യാനിച്ച് നമുക്ക് ഈ 2-ാം ദിനത്തിലെ ചിന്തകൾ അവസാനിപ്പിക്കാം. ആ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈ യാക്കോബ് ഭാര്യമാരെയും കൂട്ടി ജന്മദേശത്തേക്ക് തിരികെ വരുന്നൊരു യാത്രയുടെ രംഗമാണത്. അങ്ങനെ ഭാര്യമാരെയും കൂട്ടി തിരികെ വരുന്ന യാക്കോബിനെ വഴിയാത്രക്കിടയിൽ വെച്ച് അമ്മായിപ്പനായ ലാബാൻ പിടികൂടുകയും ഈ യാക്കോബ് തൻ്റെ പൂജാമുറിയിലെ വിഗ്രഹങ്ങൾ കട്ടുകൊണ്ടുപോകുന്നു എന്നുള്ള ആ തെറ്റിദ്ധാരണയിൽ ഈ അമ്മായിയപ്പൻ യാക്കോബിനെ അവഹേളിക്കുകയും ഈ യാത്രയെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക. ഈ യാത്രയുടെ ഈ ഒരു പശ്ചാത്തലം അവസാനിക്കുമ്പോൾ യാക്കോബിൻ്റെ പാണ്ടക്കെട്ടുകളിൽ തൻ്റെ പൂജാമുറിയിലെ വിഗ്രഹങ്ങളില്ല എന്ന് കണ്ടെത്തുന്ന ലാബാൻ അതിൻ്റെ ഖേദം അറിയിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇവർ പരസ്പരം പിരിയണ നേരത്ത് ഈ അമ്മായിപ്പൻ ഈ മരുമകൻ യാക്കോബിനോട് പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വചനഭാഗം ഇങ്ങനെയാണ്. നമ്മൾ ഒരിക്കൽ കൂടി അതൊന്ന് കൃത്യമായിട്ട് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാം അധ്യായം 50-ാം വാക്യം. എൻ്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എൻ്റെ പുത്രിമാർക്ക് പുറമെ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമുക്ക് മധ്യേ സാക്ഷിയാണെന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം സാക്ഷിയാണെന്ന് ഓർക്കുക എന്നുള്ള ഒരു ചിന്ത ഈ സുവിശേഷ ഭാഗം തരികയാണ്. എല്ലാ കുടുംബങ്ങൾക്കും നൽകുന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് പലയിടങ്ങളിലൊക്കെയായി കുടുംബജീവിതം നയിക്കുമ്പോൾ, പലയിടങ്ങളിലെ ജോലി മേഖലകളിലേക്ക് പോകുമ്പോൾ, മറുരാജ്യങ്ങളിലേക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെ യാത്ര പുറപ്പെടുമ്പോഴൊക്കെ ഓർക്കാം, ദൈവം സാക്ഷിയായി കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിൻ്റെ ജീവിതയാത്ര അത് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം സാക്ഷിയായി കൂടെയുണ്ടായിരുന്നു. മറിയത്തെയും ജോസഫിനെയും യോജിപ്പിച്ച ദൈവം അവരുടെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിത പ്രതിസന്ധികളിൽ ദൈവം ഇടപെടുന്നതിൻ്റെ കാരണം അതാണ്. ജോസഫ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച രാത്രിയിൽ നമ്മൾ വചനത്തിൽ വായിക്കും, ജോസഫ് നാട് വിടാൻ വേണ്ടി എല്ലാം തയ്യാറായി, ബാഗ് ഒരുക്കി കത്തെഴുതി വെച്ച് വെളുപ്പിനെ യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന രാത്രിയിൽ സ്വർഗം ഇറങ്ങി വന്ന് മാലാഖയുടെ രൂപത്തിൽ ജോസഫിനോട് സംസാരിക്കുന്നുണ്ട്, മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, കാരണം അതിൻ്റെ അടിസ്ഥാനം എന്താ? ദൈവം ആ കുടുംബത്തെ അറിയുന്നുണ്ട് എന്നതാണ്. നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സഹവാസത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറവുകൾ, ദാമ്പത്യത്തിലുണ്ടാകുന്ന കുറവുകൾ, പ്രതിസന്ധികൾ, ഇതറിയുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാൻ, ശരണപ്പെടാൻ, ആ ദൈവത്തോട് ഹൃദയം തുറക്കാൻ ഒക്കെ യൗസേപ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് ഈ രംഗത്ത്. ജോസഫ് തൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും പറയുന്നതൊക്കെ മറിയത്തോടല്ല, നാട്ടുകാരോടല്ല, ആരോടുമല്ല. ജോസഫ് സംസാരിക്കുന്നത് ദൈവത്തോടാണ്. ദൈവത്തോട് ഹൃദയം തുറന്ന് പറയുവാൻ ജോസഫ് കാണിച്ച ആ വലിയ വിശാലതയാണ്, ആ സഹവാസമാണ്, ദൈവത്തോട് പുലർത്തിയ സഹവാസമാണ് പിന്നീട് മറിയത്തോട് സഹവാസത്തിലേക്ക് ജോസഫിനെ നയിക്കുക. ദൈവത്തോടും ജീവിത പങ്കാളിയോടും സഹവസിച്ച് ജീവിതയാത്ര മുന്നോട്ട് നടത്താൻ എല്ലാ കുടുംബങ്ങളെയും ഇന്ന് യൗസേപ്പ് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക കുടുംബങ്ങളിൽ കുറയുന്നൊരു സഹവാസമാണ്. ഒന്നെങ്കിൽ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഒന്നിച്ച് സഹവസിക്കും, ദൈവത്തെ അകറ്റി നിർത്തും, ഇല്ലെങ്കിൽ ദൈവത്തോട് സഹവസിക്കും, ജീവിത പങ്കാളി അകറ്റി നിർത്തും. ഇത് രണ്ടും പോരായ്മയാണ്. ദൈവത്തോടും ജീവിത പങ്കാളിയോട് ചേർന്ന് സഹവസിക്കുക, യാത്ര ചെയ്യുക എന്നതാണ് കുടുംബങ്ങളുടെ രഹസ്യം. ജോസഫും യേശുവും മറിയവും ഒന്നിച്ച് യാത്ര ചെയ്ത കുടുംബമാണ് തിരുക്കുടുംബമായി മാറിയത്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു തിരുക്കുടുംബമായി ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടട്ടെ എന്ന് യൗസേപ്പ് 2-ാം ദിനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു.
പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. സഹവാസമുള്ള നല്ല കുടുംബങ്ങൾ, ദൈവത്തോടും കുടുംബാംഗങ്ങളോട് സഹവാസമുള്ള നല്ല കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് യൗസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നൊരു പ്രാർത്ഥന ചൊല്ലി ഈ 2ാം ദിനത്തിലെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം. ഓ ധന്യനായ വിശുദ്ധ യൗസേപ്പേ, ഹൃദയം സ്വർഗത്തിൽ ഉറപ്പിച്ച് തിരുക്കുടുംബത്തിൻ്റെ ഏതാവശ്യങ്ങളിലും സംലഭ്യനായിരുന്ന യൗസേപ്പിതാവേ, തിരക്ക് പിടിച്ച ജീവിതയാത്രയ്ക്കിടയിൽ ജീവിത പങ്കാളിക്കും മക്കൾക്കും പ്രാപ്യനായ കുടുംബനാഥനായി അങ്ങ് ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ ശരികളെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ തലമുറയെയും പഠിപ്പിക്കണമേ. അങ്ങ് കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ചു, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു, ഈശോയോടൊപ്പം സിനഗോഗിലും ജെറുസലേം ദേവാലയത്തിലും പോയി, കുടുംബത്തിലും വേദനയിലും സന്തോഷത്തിലും പങ്കുചേർന്നു. ദൈവപുത്രൻ്റെ കുടുംബാംഗമായി കൂടെ സഞ്ചരിച്ച യൗസേപ്പിതാവേ, മാനവചരിത്രത്തിലെ ഏറ്റവും ഭാഗ്യം ചെന്ന പിതാവായി അങ്ങ് മാറിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ച് അധ്വാനിക്കുവാനും ഒന്നിച്ച് ജീവിക്കുവാനും മനസ്സ് രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.